നമസ്കാരം. ആൻസർ പ്ലീസ് വിത്ത് DDയിലേക്ക് സ്വാഗതം. ഇന്നത്തെ അതിഥി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA. സ്വാഗതം സർ. ഞാൻ ആദ്യം ഇന്റർവ്യൂ തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷയിലാണ്. മികച്ചൊരു പരിഭാഷയായിരുന്നു അത് യഥാർത്ഥത്തിൽ നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു, അതോ ആക്സിഡന്റലി പെട്ടെന്ന് പരിഭാഷകനായി മാറേണ്ടി വന്നു? ഇല്ല, എന്നെ DCC പ്രസിഡന്റ് കുറച്ച് സമയം മുമ്പാണ് വിളിച്ചത്. സാധാരണ പരിഭാഷപ്പെടുത്തുന്ന ജ്യോതി ഉണ്ട്, ജ്യോതി വന്നിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു ഷാഫി ഇല്ലേന്ന് ചോദിച്ചു. ഷാഫി ഇല്ല. അപ്പം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്റ്റേജിൽ വന്നിട്ടും നമ്മുടെ അബ്ദുൾ റഷീദ് ധർമ്മടത്തെ സ്ഥാനാർത്ഥിയോട്, അദ്ദേഹം അഭിഭാഷകനാണ്, നല്ല പ്രാസംഗികനാണ്, നല്ല സൗണ്ടാണ്, റഷീദിനോട് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഒരു സൗണ്ടിന്റെ കാര്യത്തിൽ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എനിക്കും സൗണ്ട് ഇല്ലായിരുന്നു. എന്നാലും ഞാൻ സോണിയാഗാന്ധിയുടെയും മൻമോഹൻ സിംഗിന്റെ പ്രസംഗം പിന്നെ വേറെ യങ്സ്റ്റേഴ്സ് ആർ ദെയർ, ദാറ്റ് ഈസ് വൈ. ഏതായാലും എനിക്ക് തൃപ്തി വന്നിട്ടില്ല. പക്ഷെ നന്നായിരുന്നു. അപ്പൊ അത് അപ്പൊ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പൊ പ്ലാൻ ചെയ്തു. ഞാനത് ആ പരിഭാഷ കണ്ടപ്പോ തന്നെ അപ്പൊ പ്ലാൻ ചെയ്ത രാഹുൽജിയുടെ അടുത്താണല്ലോ ഞാനിരുന്നത്. അപ്പൊ ഞാൻ ആ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ആ പ്രസംഗത്തിന്റെ നോട്ട് എനിക്ക് വായിക്കാൻ തന്നു. എന്നാലും ചിലത് കേൾക്കാൻ പറ്റാത്ത അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് വേണം. അതാ പുള്ളി മൈക്ക് എവിടെയാന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന ചോദിച്ച്. അപ്പൊ മൈക്ക് ഇങ്ങേ സൈഡായിരുന്നുകൊണ്ട് എനിക്ക് ചില ആസ്പെക്ട് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും പരിഭാഷ പൊതുവെ ആവേശകരമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ അഭിമുഖം. ഇൻസ്പൈറ്റ് ഓഫ് മൈ സൗണ്ട് പ്രോബ്ലം അല്ലെങ്കിൽ നന്നായി. ഈ KPCC പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പാണ്. അതായത് അസംബ്ലിയിൽ ഒരു MLA എന്നുള്ള നിലയിൽ അങ്ങ് പലകുറി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ട്. DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, KPCCയുടെ ഭാരവാഹി എന്നുള്ള നിലയിലൊക്കെ നേരിട്ടുണ്ട്. ഇതൊരു വലിയ ടാസ്ക് അല്ലേ? കാരണം KPCC അധ്യക്ഷൻ ഭരണത്തിലേക്ക് UDF-നെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരാളാണ്. അതൊരു വലിയ ടാസ്ക് അല്ല, ഞാൻ വിചാരിച്ചേക്കാൾ ഈസി ടാസ്ക്കാണ്. കാരണം നല്ല ടീം വർക്കിലാണ് കോൺഗ്രസും UDF-ഉം പോകുന്നത്. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതിനേക്കാൾ വലിയ മുന്നൊരുക്കം വേണ്ടതും ഇതിനേക്കാൾ നേതൃത്വത്തിന്റെ ഇടപെടൽ വേണ്ടതുമായി 25,000 സ്ഥലത്ത് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ തീർത്ത് ജയിക്കേണ്ടിടത്ത് അനായാസേന ജയിക്കാൻ സാധിച്ച രാഷ്ട്രീയ സാഹചര്യം നിൽക്കുകയാണ്. ഞാൻ KPCC പ്രസിഡന്റായി ആദ്യത്തെ പിറ്റേ ദിവസം തന്നെ ചാർജ് എടുത്തിട്ട് നേരെ ഡൽഹി പോയി ഖാർഗെജിയും രാഹുൽജിയായിട്ട് ഞങ്ങളൊരു സംസാരിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞതും ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നതും ഇത് പേഴ്സണൽ അല്ല, ടീമാണ്. ടീം KPCC, ടീം UDF, ഇത് രണ്ടും നന്നായിട്ട് പോകുന്നു. അതാണ് എൻ്റെ വിശ്വാസം. ഈ നമ്മൾ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നിലമ്പൂർ ഇലക്ഷൻ അങ്ങ് അവിടെ ക്യാമ്പ് ചെയ്ത് വിജയിപ്പിച്ചതാണ്. ഞാൻ അവിടെ റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നുകൊണ്ട് അറിയാം. ഒരുപക്ഷെ KPCC പ്രസിഡന്റ് അവിടെ ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ റോളിൽ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സാധിക്കുന്നുണ്ടോ? കാരണം അങ്ങനെ ഒരു കാൻഡിഡേറ്റ് കൂടി ആയതുകൊണ്ട് എല്ലായിടത്തും കണ്ണെത്തുന്നുണ്ടോ? ബൈ ഇലക്ഷന് ചെയ്യുന്ന പോലെ എല്ലാ സ്ഥലത്തും ശ്രദ്ധിക്കാൻ കഴിയില്ല, എല്ലാ നിയോജകമണ്ഡലം പോലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഓരോരുത്തർ അവരവരുടെ കേസ് ഏറ്റെടുക്കുന്നു. മത്സരിക്കാത്ത സ്ഥാനാർത്ഥികൾ അവർ ജനറലായിട്ട് പോകുന്നു. ഞാനങ്ങനെ ജനറലായിട്ട് പോകാനോ ഓരോ മണ്ഡലത്തിൻ്റെ, എന്നാൽ എല്ലാവരും എന്നെ ഫോണിൽ വിളിക്കും. അത്യാവശ്യം വേണ്ട നോമിനേഷന്റെ സമയത്ത് വന്നപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഫോണിലൂടെ KC മണ്ഡലോട്ട് വിട്ടു, പ്രതിപക്ഷ നേതാവിട്ട് വിട്ടു, രമേശിനോട് വിട്ടു, എല്ലാം അത് സെറ്റിൽ ചെയ്തു. ഞാനും ചില സ്ഥലത്തിന് വിട്ടു, അടൂർ പ്രകാശിനെ വിട്ടു, അങ്ങനെ സെറ്റിൽ ചെയ്ത് പോവുകയാണ്. സീനിയർ ലീഡേഴ്സ് എല്ലാവരും അതിൻ്റെ ടീമായിട്ട്. ദീപാദാസ് മുൻഷി ഇവിടെ ഇൻ ടോട്ടൽ ഉണ്ട്. ഒരു കേരളീയ നേതാവിനേക്കാൾ സജീവമായിട്ട് ഷീസ് ഹിയർ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾക്ക് സഹായം വലിയ. LDF ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തോടെ അവർ പറയുന്നത് ഭരണ തുടർച്ച ഉണ്ട് എന്നുള്ളതാണ്. ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അവരുടെ ക്യാമ്പയിൻ മെറ്റീരിയൽ തന്നെ LDF അല്ലാതെ മറ്റാര് എന്നുള്ള ഒരു പക്ഷേ വല്ലാത്ത കോൺഫിഡൻസിലാണ്. അതൊരു അഭിനയം മാത്രമാണ്. നമ്മളെ ആരോഗ്യമന്ത്രിയുടെ അഭിനയം പോലെ അതൊരു അഭിനയം മാത്രമാണ്. അവർക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ തോക്കാൻ പോവാം? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താ പറഞ്ഞേ? വലിയ കോൺഫിഡൻസ് ആയിരുന്നല്ലോ റിസൾട്ട് വരുന്നിടം വരെ. ഇങ്ങനെ ഒരു റിസൾട്ട് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അതിന്റെ തനി ആവർത്തനം അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ട് ആയിരിക്കും. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതേ രാഷ്ട്രീയ സാഹചര്യം നിൽക്കുക, അതിനേക്കാൾ ക്രൂഷ്യലാണ്, അതിനേക്കാൾ സീരിയസ് ആണ്. ഇപ്പൊ ശബരിമല ഇഷ്യൂ മനസ്സിലാകാത്ത ആരുമില്ല. സ്വർണം കട്ടത് ആരപ്പ, സഹാക്കളാണ് അയ്യപ്പ. അല്ല, അതിന് തിരിച്ച് ഇത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്നും പിന്നെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ക്യാമ്പയിൻ നറേറ്റീവ് അവർ ഉണ്ടാക്കുന്നുണ്ട്. അതെന്താന്ന് ജനങ്ങൾക്കറിയാൻ മേലെ അത് വെറും പൊളിയാണ്. അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇനി കോൺഗ്രസിന്റെ ആർക്കെങ്കിലും ഇപ്പൊ 2-3 ഇൻവെസ്റ്റിഗേഷനൊക്കെ നടന്നല്ലോ. കൊടിമരത്തിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്ന റിപ്പോർട്ട് തന്നെ തള്ളിയില്ലേ? ഇൻവെസ്റ്റിഗേഷനിങ് ഏജൻസി തള്ളിയില്ലേ? അടൂർ പ്രകാശിനെ സ്റ്റേറ്റ്മെന്റ് എടുത്തില്ലേ? എന്തെങ്കിലും ഒരു തരിയുണ്ടെങ്കിൽ
ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് ഇതിൽ ഒരു തരിയുണ്ടെങ്കിൽ അത് അവരെ വെറുതെ വിടുവോ? ആ ശ്രമങ്ങളെല്ലാം പാളി. പിന്നെ മാർസ്പറുടെ തൊലിക്കെട്ടിയാണ്, മുഖ്യമന്ത്രിയുടെ തൊലിക്കെട്ടിയാണ്, ഗോവിന്ദ മാഷ തൊലിക്കെട്ടിയാണ്. ഇതിൽ സോണിയാഗാന്ധിയെ കണ്ടതാണ് വലിയ തെറ്റ്. പോറ്റിയെ കയറ്റിയതല്ല, സ്വർണം മോഷ്ടിച്ചതല്ല, മോഷ്ടാക്കളെ സംരക്ഷിച്ചതല്ല. സോണിയാഗാന്ധിയെ കണ്ടതാണ് വലിയ തെറ്റെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത്രമാത്രം വിവരമില്ലാത്തവരല്ലല്ലോ കേരളത്തിലെ പബ്ലിക്ക്. നന്നായിട്ട് അനലൈസ് ചെയ്യാൻ അറിയുന്നവരല്ലേ. ദേ വിൽ അനലൈസ് ആൻഡ് ഡിസൈഡ്, ദേ വിൽ ഹാവ് എ ഡിസിഷൻ, ദേ വിൽ ഹാവ് എ ജഡ്ജ്മെന്റ്. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആർക്കും പബ്ലിക്കിനെ, പൊതുജനങ്ങളെ, അവരുടെ നന്മയെ, അവരുടെ നിരീക്ഷണ ബോധത്തെ, അവരുടെ പഠന ചാതുര്യത്തെ ആർക്കും കബളിപ്പിക്കാൻ, വില കുറച്ച് കാണാനും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. ദാറ്റ് ഇസ് ഇറ്റ്. ഈ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. 10 വർഷത്തെ ഡെവലപ്മെന്റും കരുതലുമാണ് വോട്ട് എന്നാണ് അവരുടെ ഒരു നെറേറ്റീവ്. ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? നിങ്ങളുടെ UDF-ന്റെ പരസ്യം വളരെ ആകർഷകമായ പരസ്യമാണ്. ആ പരസ്യത്തിൽ നിങ്ങൾ ഇതിനെ പൊളിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതാ മേജർ ഡെവലപ്മെന്റ്? ഏതാ? വിഴിഞ്ഞ അവരുടെയാണോ? ഉമ്മൻചാണ്ടി അവർ കേസ് പ്രതിയാക്കിയല്ലേ ചെയ്ത്? ഇത് കടൽ കൊള്ളയാണ്, ഇത് റിയൽ എസ്റ്റേറ്റ് ആണെന്നല്ല പറഞ്ഞത്. മെട്രോ അവരുടെയാണോ? വിമാനത്താവളത്തിന് എനിക്ക് തന്ന മറുപടിയുണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പരീക്ഷണ പറക്കൽ നടത്തി കഴിഞ്ഞപ്പോൾ അന്നിനെ പിന്നെ പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള അടുത്ത മാസങ്ങളിൽ ഞാനും KC ജോസഫ് നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് 80%, 90%, 10% പണി തീർത്തിട്ടാണ് പോകുന്നത്. ഇനി വേറൊരു കാര്യം, നമ്മൾ എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്നു, അവർ എതിർത്തു. മനസ്സിലാക്കണം, അന്ന് പശുവിനെ അപ്പുറത്തുപ്പുറത്ത് കെട്ടാൻ പറ്റില്ല, കേരളം രണ്ടാക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ സഹകരിച്ചു. നമ്മൾ ഗ്യാസ് പൈപ്പ് ലൈൻ കൊണ്ടുവന്നു, അവരെന്താ പറഞ്ഞു? ഇത് മണ്ണിനടിയിൽ, ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണെന്ന് പറഞ്ഞ് സമരം ചെയ്ത വ്യക്തി ഇപ്പൊ വ്യവസായ മന്ത്രിയായി കേരളത്തില്. ആ ഒരു ആസ്പെക്ട് ഉണ്ട്. അവര് സമരത്തിന്റെ ശല്യം അവർ ഭരണത്തിൽ വരുമ്പോ ഇല്ല എന്നുള്ള ഒരു ആസ്പെക്ട് ഉണ്ട്. അല്ല, ഈ സമരത്തിന്റെ ശല്യം യഥാർത്ഥത്തിൽ UDF അത്രമേൽ ശക്തമായി ഉണ്ടാക്കിയോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ ഈ ഗവൺമെന്റ് വന്നപ്പോഴുള്ള കോവിഡ്, അതുപോലെ പ്രളയം, ഇതിനൊക്കെ ഞങ്ങൾ സഹകരിച്ചതുപോലെ കോവിഡും ഇപ്പൊ അങ്ങനത്തെ രോഗപ്രതിസന്ധി, വയനാട്, ഇവിടെയൊക്കെ ഞങ്ങൾ സഹകരിച്ച പോലെ ഒരു സിംഗിൾ വിമർശനം പോലും അസംബ്ലിക്കകത്ത് വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് കട്ടത് ചോദ്യം ചെയ്തിട്ടുണ്ടാവും. കോവിഡിന്റെ മറവിൽ നടന്നത് ഇന്ന് ചില പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അസംബ്ലിക്കകത്ത് ചോദ്യം ചെയ്യുന്നല്ല, ആ ക്രിട്ടിക്കൽ പീരീഡിൽ ഞങ്ങൾ സഹകരിക്കുകയല്ലാതെ ഇത്രയും പോസിറ്റീവായ ഒരു പ്രതിപക്ഷം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതൊരു ദൗർബല്യമായി പോയോ? ഒരിക്കലുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഞങ്ങൾക്ക് മാണി സാറിന്റെ ബഡ്ജറ്റ് അവതരണം പോലത്തെ ഒരു നിയമസഭ ഉണ്ടാക്കാനോ, തീർത്തും ഒരു നിഷേധാത്മകമായ ഒരു വിമർശനമോ ഞങ്ങൾക്ക് പറ്റില്ല. പോസിറ്റീവായിട്ട് ഞങ്ങൾ ക്രിയേറ്റീവായിട്ട് ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്, നിയമസഭ വേദി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, പുറത്ത് സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയമായി എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു സാഹചര്യമാണ് UDF-ന്. ആ ഒരു സാഹചര്യത്തൊന്ന് താഴോട്ട് പോക്കാണോ മുകളിലേക്ക് പോകലാണോ കാൻഡിഡേറ്റ് പ്രഖ്യാപനത്തോടെ? അല്ലല്ല, കാൻഡിഡേറ്റ് നല്ല കാൻഡിഡേറ്റ് പ്രഖ്യാപനം. ഇതിൽ ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പൊ K. സുധാകരന്റെ ആ വിഷയം കുറച്ച് ദിവസം വെറുതെ ഒരു അനാവശ്യ പ്രതിസന്ധി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അത്തരം വിഷയങ്ങൾക്ക് നിങ്ങൾ വാർത്തകളാണ് വേണ്ടേ, നിങ്ങൾക്ക് സെൻസേഷണൽ വാർത്തകളാ, ബ്രേക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ? ഇല്ലില്ല, നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹം തന്നെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യം ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ട് ഞാൻ കോൺഗ്രസിനൊപ്പമേ നിൽക്കുള്ളൂ, പാർട്ടിയാണ് മുകളിൽ. അതിനെ ഹൈലൈറ്റ് ചെയ്യാതെ വെറുതെ നിങ്ങൾ ഇമാജിനേഷൻ, നിങ്ങൾ ഭാവനയിൽ നിന്ന് കുറെ കാര്യങ്ങളുണ്ട്. ശരിക്കും MP-മാർ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം ഇത്രയും വൈകി എടുത്തതല്ലേ ഈ ഒരു ആശയക്കുഴപ്പം? അതിന്റെ ടാക്ടിക്സ് എന്ന് പറയുന്നത് എന്താന്ന് ഞങ്ങളല്ല, അത് AICC തന്നെയാണ്. ഞങ്ങൾ ആദ്യമേ മുതൽ പറഞ്ഞ കാര്യമുണ്ട്, ഇറ്റ് ഈസ് അപ് ടു ദ AICC, ഇറ്റ് ഈസ് അപ് ടു ദ ഹൈക്കമാൻഡ് എന്ന് പലവട്ടം ഞാനും പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷെ അതൊന്ന് നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഈ ആശയക്കുഴപ്പം ഒഴിവാക്കായിരുന്നില്ല. അതിൽ കോൺഗ്രസിന്റെ ഒരു ചില വൈകുന്നതിന്റെ ഒരു ഡിലേ ടാക്ടിക്സും ഉണ്ട്. ഞാനും ചിന്തിക്കാറുണ്ട്, ദീപക് പറഞ്ഞ പോലെ ഞാനും ചിന്തിക്കാറുണ്ട് അത് എങ്ങനെയാണെന്ന്, എൻ്റെ ഒരു ടൈം ഫാക്ടർ. പക്ഷേ ഇത് കുഴപ്പമില്ല, ഈ ടൈം ഫാക്ടറിലും കുഴപ്പമൊന്നും. അതിലൊരു സ്ട്രാറ്റജി ഉണ്ടോ? അതിൽ സ്ട്രാറ്റജി ഉണ്ട്. നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാ മുകളിലിരിക്കുന്നവർ. ഈ ഖാർഗെജിയൊക്കെ വളരെ വളരെ എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യൻ അല്ലേ. രാഹുൽജിയും വളരെ വെൽ സ്റ്റഡീഡ് ഇഷ്യൂസിനെയും വ്യക്തികളെയും നമ്മുടെയൊക്കെ മനഃശാസ്ത്രം അറിയാം. ഈ അങ്ങുമായി വളരെ ആത്മബന്ധമുള്ളതാണ് K. സുധാകരൻ. പിണക്കം മാറിയോ? ശരിക്കും ഒരു കണക്കും ഇല്ല. അദ്ദേഹം എന്റെ 4 പ്രാവശ്യം പറഞ്ഞത് അങ്ങുമായിട്ടല്ല, അങ്ങുമായി ആത്മബന്ധമാണെന്ന് എനിക്കറിയാം. മാത്രമല്ല എന്റെ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് KPCC പ്രസിഡന്റ് നന്നായി കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ പൊതുവിൽ ഒരു മനസ്സിനൊരു വേദന ഉണ്ടായിരുന്നു, അത് മാറ്റാൻ പറ്റില്ല. കൺഫ്യൂഷൻ വന്നു, അത് പരിഹരിച്ചു.
ആ വേദന മാറി. നിങ്ങളുണ്ടാക്കിയ കൺഫ്യൂഷൻ ഞങ്ങൾ പരിഹരിച്ചു. ഞങ്ങളല്ല, നിങ്ങൾ വൈകിപ്പിച്ചു. നിങ്ങൾ ഉണ്ടാക്കിയ കൺഫ്യൂഷൻ ഞങ്ങൾ പരിഹരിച്ചു. ഇനി നമ്മൾ മറ്റ് വിഷയങ്ങളിലേക്ക് വരുമ്പം, പേരാവൂരിൽ അങ്ങേക്ക് എതിരാളി കെ കെ ശൈലജയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ശക്തമായ ഒരു ഫൈറ്റ് ആണോ, നെക്ക് ഫൈറ്റ് ആണോ, എന്താണ് വസ്തുത? അങ്ങിപ്പോ എല്ലാ പഞ്ചായത്തിലും പോയി, അങ്ങയുടെ സ്വന്തം മണ്ഡലമാണ്. ഞാൻ ചുരുക്കി പറഞ്ഞേക്കാം ഒരു പ്രവചനം. 10,000-ന്റെ മുകളിൽ ഭൂരിപക്ഷത്തിന് ഞാൻ ജയിക്കും. അത്ര കോൺഫിഡൻസ് ആണ്? അത്ര ഫുള്ളി കോൺഫിഡൻസ്. അത് എന്താണ്? അതായത് 2011 അങ്ങ് തോൽപ്പിച്ച കെ കെ ശൈലജയല്ല, നിപ്പയും കോവിഡും കഴിഞ്ഞ കെ കെ ശൈലജയല്ല. അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. വളരെ അങ്ങനെയുള്ള പഴയ കെ കെ ശൈലജ ഒരുപാട് മാറി, പ്രശസ്തിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം, ഞാൻ 15 വർഷത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ അവരെനിക്ക് 3 തവണ, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഐ വാസ് എ ന്യൂ കമ്മർ, ഷി വാസ് ദ സിറ്റിംഗ് MLA, ഞാൻ ജയിച്ചു. കാരണം ഞാൻ വെറും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തകൻ. LDയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, പേരാവൂരിലെ കാർഷിക മേഖല, എനിക്ക് സാമാന്യനെ നന്നായിട്ട് ബന്ധങ്ങളുള്ളതും ആത്മാർത്ഥമായിട്ട് അവൻ്റെ കൂടെ നിന്നു എന്നുള്ള നല്ല ബോധ്യം ജനങ്ങളിലുണ്ട്. ഇപ്പം അതിനുശേഷം MLA ആയതിനു ശേഷം ജനങ്ങൾക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയാവുകയും വികസന കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത ഒരു MLA ആണെന്നുള്ള നല്ല ബോധ്യം ജനങ്ങൾ. അങ്ങേക്കെതിരെ ഭയങ്കരമായ ക്യാമ്പയിൻ അടുത്ത വർഷം നടന്നുണ്ട്, ഒരു വികസനം MLA ചെയ്തില്ല എന്നൊക്കെ. അവർക്ക് എന്നെ പ്രശംസിച്ച് പറയാൻ പറ്റുമോ? എല്ലാ വികസനം MLA ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ ആർഗ്യുമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വസ്തുത പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു നാട്ടുകാർക്ക് നന്നായിട്ട് എന്തായിരുന്നു ഇവിടുത്തെ 2011 പേരാവൂർ. ഇപ്പോഴത്തെ 15 വയസ്സ്, ഇപ്പോഴത്തെ 18 വയസ്സുള്ള വോട്ടർക്ക് അതിന് പക്ഷേ അറിയില്ല. കാരണം അന്ന് ആ വോട്ടർക്ക് 3 വയസ്സേ ഉള്ളൂ. തലശ്ശേരി കൂട്ടുപുഴ റോഡ് എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര പാലമായിരുന്നു പൊട്ടിപ്പൊളിഞ്ഞു നിന്നേ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ പോകാൻ തലശ്ശേരിക്ക് വരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഞാൻ കണ്ണൂർ പോയിട്ടാണ് ട്രെയിൻ കയറുന്നത്. ഇപ്പൊ ഈസി അല്ലേ? എന്നോട് ഈ എൻ്റെ നാട്ടിനടുത്തുള്ള ഒരു ദമ്പതിമാർ, അമേരിക്കയിൽ നല്ല വലിയ IT മേഖലയിൽ വളരെ ഫേമസ് ആയി വർക്ക് ചെയ്യുന്നവർ, ഈ റോഡ് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ മട്ടന്നൂർ വിമാനം ഇറങ്ങിയിട്ട് വരുമ്പം അമേരിക്കയിലെ റോഡിലൂടെ യാത്ര ചെയ്യുന്ന പോലെയാന്ന് പറഞ്ഞു. ഇത് പിണറായി ഇത് മൂപ്പര ക്രെഡിറ്റ് ആയിട്ട് പലപ്പോഴും വാർത്താ സമ്മേളനത്തിൽ പറയാറുണ്ട്. കാരണം അമേരിക്കയ്ക്ക് സമാനമായ റോഡ് LDF സർക്കാരിന് ഉണ്ടാക്കാൻ പറ്റിയെന്ന്. അവരുടെ ക്രെഡിറ്റ് ആണോ? അത് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത്, VK ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്ത്, ഞങ്ങളുള്ളപ്പോൾ കൊണ്ടുപോകുന്ന വർക്ക്. തലശ്ശേരി കൂട്ടുപുഴ റോഡ് അവരുടെ ഒന്നും ക്രെഡിറ്റ് അല്ല. ഇരട്ടിപ്പാലം അവരുടെ ഒന്നും ക്രെഡിറ്റ് അല്ല. ഇരട്ടിപ്പാലം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം, നിർമ്മിക്കാനുള്ള തടസ്സം ഉണ്ടായിരുന്നു. കൂട്ടുപുഴ പാലം പകുതി 2 തൂണ് വാർത്ത് കഴിഞ്ഞപ്പോഴാണ് കർണാടക ഫോറസ്റ്റുകാർ ഒബ്ജക്റ്റ് ചെയ്ത് പോലീസിനെയും ഫോറസ്റ്റുകാരെയും തോക്കുമായിട്ട് നിർത്തിയിട്ടാണ്. അത് ഞാൻ 10 പ്രാവശ്യം ഞാൻ ബാംഗ്ലൂരിലും വിരാജ്പേട്ടയിലും മർക്കരയിലും ഒക്കെ പോയിട്ട് അവിടുത്തെ ഗ്രാമസഭയിൽ പോലും സംബന്ധിച്ച് ഈ പാലത്തിന്റെ ആവശ്യകത അവിടെ ഇന്ന് ഞാൻ സംസാരിച്ചപ്പോൾ കർണാടകത്തിലെ ഒരു IAS ഉദ്യോഗസ്ഥയുടെ പേര് ഇപ്പോഴും എനിക്കറിയാം. ആരാത്? വന്ദിത ശർമ്മ. എൻ്റെ ഫോണിൽ അവരുടെ നമ്പർ ഉണ്ടാവും. അന്ന് കർണാടകത്തിലെ ഒരു 10 ഫോറസ്റ്റുകാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ എങ്കിലും ഹൈ റാങ്കിങ് ഉദ്യോഗസ്ഥന്മാരുടെ നമ്പർ എൻ്റെ ഫോണിലുണ്ട്. കേരളത്തിൽ ഇല്ല എനിക്ക്. കേരളത്തിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെയോ 2 3 DFOയുടെ ഉണ്ടാവുള്ളൂ. കാരണം കർണാടകത്തിലെ ആ വിഷയത്തിൽ 10 പ്രാവശ്യത്തിലേറെ ഞാൻ ബാംഗ്ലൂരിൽ പോയി അതിന് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട പഴയ കൂട്ടുപുഴ പാലം നിങ്ങളൊന്ന് എൻ്റെ വീഡിയോ ഒന്ന് എടുക്കുക. എന്നിട്ട് പുതിയ കൂട്ടുപുഴ പാലത്തിലെ യാത്രാ സൗകര്യം ഒന്ന് പരിശോധിക്കുക. പഴയ ഇരട്ടിപ്പാലവും പുതിയ ഇരട്ടിപ്പാലവും ഇവിടെ അടുത്തടുത്തുണ്ടല്ലോ. പുളിപ്പാലം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പഴയത് മറഞ്ഞു പോയില്ലേ? അങ്ങനത്തെ ഡെവലപ്മെന്റ്. താലൂക്ക് എന്തായിരുന്നു ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ തലശ്ശേരി താലൂക്കുകാരനല്ലേ? തലശ്ശേരി താലൂക്കിന്റെ വിസ്തൃതി എത്രയാണെന്നറിയോ? പഴയത് 1205. കൊല്ലം ജില്ലയിലെ കുന്നത്തൂരിന്റെ വിസ്തൃതി എത്രയാണെന്നറിയോ? 136. 1205, 136. അവിടെ ഇവിടുത്തെ ജനസംഖ്യ എത്രയായിരുന്നറിയോ? 10.5. കുന്നത്തൂരിന്റെ ജനസംഖ്യ എത്രയാണെന്നറിയോ? 1.5. അവിടെ വില്ലേജ് എത്രയാണെന്നറിയോ? 7. തലശ്ശേരി വില്ലേജ് എത്രയാണെന്നറിയോ? 48. ഇതിന് പരിഹാരം ഉണ്ടാക്കി നിയമസഭയിൽ, അല്ല താലൂക്ക് ഉണ്ടാക്കി. നിയമസഭയിലെ ഒറ്റ പ്രസംഗത്തിൽ ഗവൺമെന്റും പ്രതിപക്ഷവും ആ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന, അന്ന് G കാർത്തികേയൻ സ്പീക്കറാണ്, അദ്ദേഹം എന്നെ അഭിനന്ദിച്ച ഒരു വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. അതെനിക്ക് ഇവിടുത്തെ ഒരു പത്രപ്രവർത്തകൻ അതെനിക്ക് അയച്ചു തന്നു. അതൊരു ഇതാക്കിയിട്ടൊരു എന്താ മൊമെന്റ് ആക്കി തന്നു. ഇപ്പൊ അതും എടുത്ത് ദൂരെ വെച്ചിട്ടുണ്ടല്ലോ, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അത്രമാത്രം മാറ്റർ ഓഫ് ഫാക്ട് ആയിട്ട് സ്റ്റഡീഡ് ആയിട്ട് ആ വിഷയം അവതരിപ്പിച്ചു. അതുകൊണ്ടാണോ ഇവര് ഈ ശൈലജ ഇവിടെ നിർത്തിയത്?
ആക്ച്വലി കെ ശൈലജ ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തൊക്കെയോ ഉണ്ട്. അത് അതിന്റെ ഒരു പൊളിറ്റിക്സ് കൂടി പറയേണ്ടത് അത്യാവശ്യം. ഇല്ല, അത് കെ ശൈലജ എന്തുകൊണ്ട് മട്ടന്നൂരൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവര് പുറത്തു പറയുന്ന സത്യമാണോ? അതായത് അവര് പറയുന്നത് സണ്ണി ജോസഫിനെ ഇപ്പൊ AK ബാലൻ എന്റെ അഭിമുഖത്തിൽ പറഞ്ഞത്, മുഖ്യമന്ത്രി SKന്റെ അഭിമുഖത്തിൽ പറഞ്ഞതൊക്കെ കെ ശൈലജയാണ് ഞങ്ങളുടെ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് സണ്ണി ജോസഫിനെതിരെ, KPCC പ്രസിഡന്റിനെതിരെ, അതുകൊണ്ടാണ് ഇറക്കിയത് എന്നാണ്. അതാണോ യഥാർത്ഥത്തിൽ അങ്ങയുടെ ഒരു വിലയിരുത്തൽ? അത് നമുക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ പറയാം. ഇലക്ഷൻ ആയിരിക്കും അതിന്റെ മറുപടി. ഈ അങ്ങ് മറ്റു മണ്ഡലങ്ങളിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാൻ ഇവിടെ ഒരു പോരാട്ടം ഉണ്ടാക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആണ്. ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റാർ ക്യാമ്പയിനറൊന്നും അല്ല, നിങ്ങൾക്കറിയാൻ മേലേ. ഞാൻ അങ്ങനത്തെ ഒരു പ്രാസംഗികനല്ല എന്ന് എല്ലാവർക്കും അറിയാൻ മേലേ. പക്ഷെ ഞാനൊരു എല്ലാവരുമായിട്ട് വലിയ മോശമല്ലാത്തൊരു പ്രസംഗികനാണ്. KPCC പ്രസിഡന്റാണല്ലോ. വലിയ സൗഹൃദമുള്ള ആളാണ്, ബന്ധങ്ങളുള്ള ആളാണ്. പാർട്ടിയെ കറക്റ്റായിട്ട് തീരുമാനം പറയാനോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ നേരെ വഴിയെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ വളരെ സൗമ്യനായ ഒരാളാണ് സണ്ണി ജോസഫ്. KPCC പ്രസിഡന്റ് ആയതിനു ശേഷം ആ സൗമ്യത നിലനിർത്താൻ പറ്റുന്നുണ്ടോ? നിങ്ങളോട് ചിലപ്പോൾ റഫായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നിങ്ങളാ. അല്ല, ഞാൻ ചോദിച്ചത് എന്റേതല്ല, മാധ്യമങ്ങൾ പാർട്ടിക്കകത്ത് പോലും. കാരണം എന്താ അറിയോ, ആ ചോദ്യം ഒരു കാര്യമുണ്ട്, ഇതൊരു മുൾക്കിരീടമാണ്. അല്ലല്ല, ഒരിക്കലും എനിക്കൊരു അങ്ങനെ കോൺഗ്രസ് നേതൃത്വവുമായിട്ടോ സഹപ്രവർത്തകരുമായിട്ടോ ഒരു വലിയ അഭിപ്രായ വ്യത്യാസമോ ഒരു ടെൻഷനോ ഉണ്ടായ ഒരു സന്ദർഭമില്ല. അല്ല, കാരണം അങ്ങ് നേരെ ചൊവ്വേ കാര്യങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പല താല്പര്യങ്ങളുള്ളവർ കോൺഗ്രസിലുണ്ടാവും, പല ഗ്രൂപ്പ് താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു പല താല്പര്യങ്ങൾ. അപ്പൊ ഇതിൽ നിന്ന് നേരെ ചൊവ്വേ കൊണ്ടുപോകാൻ പ്രസിഡന്റ് പണിയെടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും, കാരണം KPCC പ്രസിഡന്റ് ആയതുകൊണ്ട്. ആ അനുഭവം എങ്ങനെയാണ്? അതിലൊന്നും എനിക്ക് എല്ലാവരുടെയും നല്ല സഹകരണം കിട്ടിയിട്ടുണ്ട്, നല്ല സഹായം കിട്ടിയിട്ടുണ്ട്. നന്മ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും ഞാൻ അർഹിക്കുന്നതിനേക്കാളും നല്ല സഹായം കിട്ടിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ സാമുദായിക സംഘടന ഒരു പ്രധാന ഘടകമാണ്. NSS, SNDP, അതുപോലെ തന്നെ ക്രൈസ്തവ സഭ, മുസ്ലിം സംഘടനകൾ, ഇവരുടെ നിലപാട് എങ്ങനെയാവും? അതിപ്പം ഇഷ്യൂ ബേസ്ഡ് അല്ലേ? ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പം FCRIയുടെ ഒരു പ്രധാന പ്രശ്നം വന്നു. കോൺഗ്രസ് രാജ്യത്ത് ശക്തമാകേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശം നൽകൽ. അല്ലെങ്കിലും നമുക്കറിയാൻ വരെ ഒരു മതേതര മനോഭാവം ചിന്താഗതിയുള്ളത് കോൺഗ്രസ് അല്ലാതെ ഒരു ദേശീയ പാർട്ടിയാണ്. രാഹുൽ ഗാന്ധി ഇന്നലെ കണ്ണൂർ പ്രസംഗിച്ചത് എന്താ? BJP എതിർക്കാൻ. എനിക്ക് മുഖ്യമന്ത്രിയുടെ കുതന്ത്രം കുബുദ്ധിയാണ്. രാഹുൽ ഗാന്ധിനെ BJPയുടെ B ടീം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അത് പറയുന്നതിൻ്റെ അപകടം അറിയാത്തതുകൊണ്ടോ അത് പറയാൻ പാടില്ലെന്നുള്ള അതിനുള്ള ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, കുബുദ്ധി കൂടിപ്പോയതുകൊണ്ടാണ്. വെറുതെ ഒന്ന് പറഞ്ഞു നോക്കുന്നത്. കോൺഗ്രസ് മാത്രമാണ് മതേതര ഇന്ത്യയുടെ കാവൽക്കാർ. ഗാന്ധി ഓൺവേഴ്സ്, നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഇപ്പം രാഹുൽ ഗാന്ധി, ഖാർഗെ, അവരൊക്കെ തന്നെയാണ് കോൺഗ്രസ് തന്നെയാണ് മതേതര ഇന്ത്യയുടെ കാവലാണ്. പക്ഷെ മോഡി പാലക്കാട് വന്ന് പ്രസംഗിച്ചത് കോൺഗ്രസും CPM-ഉം ഒരേ ആശയങ്ങൾ നടപ്പിലാക്കുന്നു, ഇവർ ബായി ആണെന്നാണ്. അല്ലല്ല, അത് നമുക്കറിയാലോ. പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. NSSന്റെയും SNDPയുടെയും നിലപാട് UDF-ന് അനുകൂലമാണ്? ഒരിക്കലും എതിരല്ല. കാരണം അങ്ങ് എല്ലാവരുമായി സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം. പഴയതുപോലെ പ്രത്യേകിച്ചും ഈഴവ സ്ഥാനാർത്ഥികൾ പ്രധാനപ്പെട്ടവർ ഇല്ല, അടൂർ പ്രകാശ് ഇല്ല, K. സുധാകരൻ ഇല്ല എന്നതൊക്കെ ഒരു ഘടകമാണ്. അതൊന്നും ഇഷ്യൂയല്ല. എല്ലാ സാമുദായിക സംഘടനകളും എല്ലാം ഉണ്ട്. മറ്റൊന്ന്, ഈ SDPയുടെ വോട്ട് LDF-ന് പോകുമെന്നുള്ള ഒരു പ്രധാന ചർച്ച ഉടലെടുത്തിട്ടുണ്ട്. അതിൽ കോൺഗ്രസിൽ ഏകരൂപമായ നിലപാടുണ്ടോ? അതായത് VD പറഞ്ഞു SDPയുടെ വോട്ട് വേണ്ട എന്ന്, അത് കോൺഗ്രസിന്റെ നിലപാടാണ്. അദ്ദേഹം പറഞ്ഞത് വെറുതെ പറയൂല്ലോ. SDPയുടെ വോട്ട് വേണ്ടെന്ന് തന്നെയാണ്. അങ്ങനെയല്ല, ഞങ്ങൾ അവരുമായിട്ട് ഐക്യത്തിലൊന്നുമില്ല, ധാരണയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കിട്ടുന്നത്, ആ ഒരു ഐക്യം മറ്റു തലത്തിൽ തിരിച്ചടിയാവുമോ? ഇല്ലില്ല, അങ്ങനെയൊന്നും ഐക്യം വന്നിട്ടില്ല. അങ്ങനെ തിരിച്ചടിയാകേണ്ടതൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ വിജയത്തിൻ്റെ ആവശ്യകത നന്നായിട്ടറിയുന്ന എല്ലാ ജനവിഭാഗങ്ങളും ഞങ്ങളെ പിന്തുണയ്ക്കും. ഈ FCRA ഇപ്പൊ പെട്ടെന്ന് തിരക്ക് പിടിച്ച് നടപ്പിലാക്കുന്നത് കേരളത്തിൽ എങ്ങനെയായിരിക്കും അത് പ്രതിഫലിക്കുക? അല്ല, അതിന് നല്ല കോൺഗ്രസിന് ഗുണം ചെയ്യും, ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യും. BJPയുടെ കപടമുഖം ആർക്കെങ്കിലും തിരിച്ചറിയാൻ ഇനിയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരെയെല്ലാം അത് തിരിച്ചറിയാൻ സഹായിക്കുന്ന ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയായിരിക്കും. ഈ വിസ്മയത്തിലേക്ക് കൂടി വരണം. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി, അമ്പലപ്പുഴയിൽ G. സുധാകരൻ, ഒറ്റപ്പാലത്ത് PK ശശി, ഇങ്ങനെ ഏറ്റവും ഒടുവിൽ
തളിപ്പറമ്പിൽ TK ഗോവിന്ദനും പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ വരെ. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ പ്ലാൻ ചെയ്തതാണ്? അങ്ങനെ ഒരു പ്രീ പ്ലാൻഡ് ഒന്നുമല്ല, ഡെവലപ്മെന്റ്സ് അല്ലേ. കുഞ്ഞികൃഷ്ണന്റെ തന്നെ ഒരു ഡെവലപ്മെന്റ് ആണ്. TK ഗോവിന്ദൻ മാഷേനേക്കാളും വലിയ ഡെവലപ്മെന്റ് ആണ്. ആയിഷ പോയിട്ടെടുത്ത് കുറച്ചും കൂടെ ആ ദിവസങ്ങളിൽ ഡെവലപ്പ് ചെയ്തു വന്നതാണ്. CPM-ന്റെ അകത്തുള്ള വലിയ ആഭ്യന്തര കുഴപ്പങ്ങളുടെ പ്രതിഫലനമാണ്. മറ്റൊരിക്കലും ഇല്ലാത്ത സമയം അതാണ്. അതിനെ ഞങ്ങൾ നിസ്സാരമായിട്ട് തള്ളാൻ പാടില്ല. അതിന്റെ നല്ല അടിയൊഴുക്കുണ്ട്. അത് ഇലക്ഷനിൽ ഒരു റിസൾട്ടായിട്ട് മാറും. അതൊരു പാൻ കേരള എഫക്ട് ചെയ്യുമോ ഈ ഇലക്ഷനിൽ? കേരളത്തിൽ പല ഭാഗത്തും എഫക്ട് ചെയ്യും. ഇനിയും വിസ്മയം ഉണ്ടാവും? വിസ്മയം എന്ന് ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയത്തിലെ തുടർ ചലനങ്ങളുണ്ടാവും. അതായത് UDF-ന് അനുകൂലമായ തുടർചലനം ഇനിയുണ്ടാവും. ഒരു ചോദ്യം കൂടി. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം നിയമം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ മഞ്ചേശ്വരമുണ്ട്, പാലക്കാടുണ്ട്. പ്രസിഡന്റിന്റെ നിരീക്ഷണത്തിൽ, കാരണം അങ്ങ് മഞ്ചേശ്വരത്ത് നിലമ്പൂരിൽ പറഞ്ഞത് വളരെ ശരിയായിട്ടുണ്ട്. കാരണം അങ്ങയുടെ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ വലിയ രീതിയിൽ തെറ്റിയിട്ടില്ല എൻ്റെ അനുഭവത്തിൽ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കേരളത്തിൽ BJP അവരെല്ലാ ഇലക്ഷനിലും പറയുന്നതാണ്. അത്രേ ഉള്ളൂ. പക്ഷേ തൃശ്ശൂരിൽ കഴിഞ്ഞ പാർലമെന്റിൽ തുറന്നു. അത് വേറൊരു സംഭവം. അത് BJP-യുടെ പൊളിറ്റിക്കൽ ഒട്ടൊന്നും അല്ല അതിൻ്റെ അകത്ത്. സുരേഷ് ഗോപി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ചെറിയ മാറ്റമാണ്. അതുപോലെ എന്തെങ്കിലും എഫക്ട് ചെയ്യുന്ന അങ്ങനെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വന്നിട്ടില്ല. മഞ്ചേശ്വരത്തോ പാലക്കാടോ ഒന്നും വന്നിട്ടില്ല. നിയമത്തുമില്ല, ഒന്നും വന്നിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരനും വിജയിക്കും. പ്രമുഖരെ തോൽപ്പിക്കുന്നത് UDF ആയിരിക്കും. അവരുടെ പ്രമുഖരെ, അതായത് നിയമത്ത് UDF ആയിരിക്കും. ആ നല്ല സ്ഥാനാർത്ഥിനെയല്ലേ ശബരിനാഥിനെ പോലത്തെ ഒരു പ്രോമിനന്റ് ഫിഗറിനെ ഇട്ടത്. അപ്പൊ രാഷ്ട്രീയമായി അവിടെ UDF-ന്റെ വിജയം ഉണ്ടാവും. നല്ല വിജയം മഞ്ചേശ്വരത്തും ഉറപ്പല്ലേ. മഞ്ചേശ്വരത്ത് അവിടെ വേറൊരു പ്രശ്നമുണ്ട്. SDPI പിൻവലിച്ചത് UDF-ന് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. ബാധിക്കില്ല. ഇല്ല. ഇനി കേരളത്തിലെ ജനങ്ങളോട് അങ്ങേക്ക് പറയാനുള്ളത് കൂടി. കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിലെ ഇന്നത്തെ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, അഴിമതി, അക്രമം. കണ്ണൂരിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പോലും നമ്മളുടെ യുവാക്കളെ പോലീസ് തല്ലിച്ചതച്ചപ്പോൾ അതിന് രക്ഷാപ്രവർത്തനം എന്നാണ് പറഞ്ഞത്. കാപട്യം, നവകേരള സദസ്സിന്റെ ആള്. അതുപോലെ ശബരിമല കൊള്ള നടത്തിയെന്ന് മാത്രമല്ല, കൊള്ളക്കാരെ നിയമപരമായിട്ട് എന്തെല്ലാം പഴുതുകൾ ഉണ്ടാക്കി അവർക്ക് സംരക്ഷണം കൊടുക്കുക, അവരെ ജാമ്യത്തിലിറക്കി, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാതെ. പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ കുഞ്ഞികൃഷ്ണന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് മതിയായിരുന്നെങ്കിൽ ശബരിമല സ്വർണം കവർന്നെടുത്ത കേസിലെ പ്രതികൾ മാസങ്ങൾ ജയിലിൽ കഴിഞ്ഞിട്ടും അവരെ പാർട്ടിയിൽ നിന്ന് ഒരു സസ്പെൻഷൻ പോയിട്ട് ഒരു ഷോക്കോസ് നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. ഇപ്പോഴും പുറത്താക്കിയിട്ടില്ല. മാറ്റി നിർത്തിയെന്ന അതിന്റെ അർത്ഥം തന്നെ ഇതുവരെ ഇപ്പൊ അകറ്റി നിർത്തിയെന്ന. അപ്പൊ ഇതുവരെ അടുപ്പിച്ച് നിർത്തിയെന്ന അതിന്റെ അർത്ഥം. അതൊരു അഭ്യാസമല്ലേ, ഒരു കാപട്യല്ലേ. അതുകൊണ്ട് ഈ കാപട്യത്തിനെതിരെ CPM അണികൾ ഉൾപ്പെടെ ഒരു ഭരണമാറ്റത്തിന്, സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ, സാറാ ജോസഫ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ഭരണമാറ്റത്തിന് അനുകൂലമായി പോളിംഗ് ബൂത്തിൽ പോയി UDF-നെ ജയിപ്പിക്കണം എന്നാണ് എനിക്ക് കേരളത്തിലെ വോട്ടർമാർ. അവസാന ചോദ്യം, അങ്ങയുടെ കണക്കിൽ എത്ര സീറ്റ് UDF? അത് ഞാൻ കൃത്യം പറയുന്നില്ല, എന്നാലും 100-ൽ കൂടുതൽ. അപ്പം എല്ലാവിധ ആശംസകളും. താങ്ക് യു. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.